കോവേക്സിയൽ ബോണ്ടിൻ്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പ്രധാനമായിട്ടും കൊളോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നാം ധാരാളം മിക്സ്ചേഴ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ധാരാളം മിക്സ്ചേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മിൽക്ക് ഒരു എക്സാമ്പിളാണ്, ബട്ടർ മറ്റൊരു എക്സാമ്പിളാണ്, അതുപോലെ സ്മോക്ക് അതൊരു മിക്സ്ചറാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം മിക്സ്ചേഴ്സുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊരു മിക്സ്ചറായിരുന്നു. ആ മിക്സ്ചർ ഒരു ഹോമോജീനിയസ് മിക്സ്ചറായിരുന്നു. അതിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ടായിരുന്നു, ഒന്ന് സോൾവെൻറ്റ്, മറ്റൊന്ന് സൊല്യൂട്ട്. അതുപോലെ ഇപ്പം നമുക്ക് 3 കോമ്പോണൻസ് വരുന്നതുണ്ടാകാം, 4 കോമ്പോണൻസ് വരുന്നതുണ്ടാകാം. അതൊക്കെ മിക്സ്ചേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിൽ മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, രണ്ട് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൊളോയിഡ്സിൻ്റെ ധാരാളം കാര്യങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ അതുതന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. കൊളോയിഡ്സ് എന്നാൽ എന്ത് എന്നത് ഒരു ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഇസ് എ ഹെറ്ററോജീനിയസ് സിസ്റ്റം, ഇറ്റ് ഇസ് നോട്ട് ഹോമോജീനിയസ്. സൊല്യൂഷൻസ് ഹോമോജീനിയസ് ആയിരുന്നു, നമുക്കറിയാം. ബട്ട് കൊളോയിഡ്സ് ആർ ഹെറ്ററോജീനിയസ് സിസ്റ്റം, in which colloid is a heterogeneous system in which one substance is dispersed in another substance. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻസിൽ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. എന്നാൽ കൊളോയിഡ്സിൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലായിരിക്കും. നല്ല എക്സാമ്പിൾസ് സ്മോക്ക്, പെയിൻറ്റ്, ചീസ് ധാരാളമുണ്ട്. ഇനി ധാരാളം എക്സാമ്പിൾസ് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ വി ആർ ഇൻ കോണ്ടാക്ട് വിത്ത് മെനി സബ്സ്റ്റൻസസ്, മെനി മിക്സ്ചേഴ്സ്. ധാരാളം മിക്സ്ചേഴ്സുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അത് മിക്കവാറും എല്ലാം തന്നെ കൊളോയിഡ്സ് ആണ്. ഇനി 1000 നാനോമീറ്ററിന് മുകളിലാണ് പാർട്ടിക്കിൾ സൈസ് എങ്കിൽ അതിനെ സസ്പെൻഷൻ എന്നാണ് പറയുക, കോഴ്സ് സസ്പെൻഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലായത്. 1 സൊല്യൂഷൻ, 2 കൊളോയിഡ്, 3 സസ്പെൻഷൻ. ഇതിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സസ്പെൻഷനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനില്ല. പാർട്ടിക്കിൾ സൈസ് ലാർജസ്റ്റ് ആണ്. നല്ലൊരു എക്സാമ്പിൾ വേണേൽ പറയാം, മണൽ, സാൻഡ് ഇൻ വാട്ടർ. മണൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സസ്പെൻഷനാണ്. അവിടെ പാർട്ടിക്കിൾ സൈസ്, മണലിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, വലുതാണ്, വലിയ വലിയ പാർട്ടിക്കിൾസ് ആണ്. പക്ഷേ കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഈ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുള്ള പാർട്ടിക്കിൾസ് ആണ്. അവിടെ നമുക്ക് ഏതാണ് ശരിക്കും പാർട്ടിക്കിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ചില ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യം വരും. കണ്ണുകൊണ്ട് നേക്കഡ് ഐ കൊണ്ട് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്കിളിൻ്റെ സൈസ്, അത് ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ്, കൊളോയിഡ്സ്, സസ്പെൻഷൻ എന്ന് പറയുന്ന 3 ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഈ കൊളോയിഡ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊളോയിഡ്സിന് 2 പാർട്ടുണ്ട് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ പാർട്ട്, നമ്മുടെ സൊല്യൂഷൻസിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? സോൾവെൻറ്റും സൊല്യൂട്ടും. അതുപോലെ കൊളോയിഡ്സിന് 2 പാർട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്, 2 ഡിസ്പേർഷൻ മീഡിയം. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് നോക്കാം. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, മറ്റൊരു സബ്സ്റ്റൻസിൽ ഏത് സബ്സ്റ്റൻസ് ആണോ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഡിസ്പേഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. The substance which is dispersed in fine particles as fine particles in another substance. Fine particles ആയിട്ടാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. The substance which is dispersed as fine particles in another substance, that is called dispersed phase. For example, നമ്മൾ സ്മോക്ക് എടുക്കുകയാണെങ്കിൽ സ്മോക്കിൽ കാർബൺ പാർട്ടിക്കിൾസ്, അൺബേൺ കാർബൺ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യുകയാണ് എയറിൽ ഡിസ്പേഴ്സ് ചെയ്യുകയാണ്. അതുപോലെ മിസ്റ്റ്, ഫോഗ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഫോഗ് ഈസ് എ കൊളോയിഡ്. ആക്ച്വലി ഫോഗ് എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഫോഗ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ് എയറിൽ. അതുപോലെ മിൽക്ക് എടുത്താൽ മിൽക്ക് ഈസ് എ കൊളോയിഡ്. മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ലിക്വിഡ് ഫാറ്റാണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ക്ലിയറായി? അപ്പോൾ എന്താണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. എന്തിലാണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, ഏത് മീഡിയത്തിലാണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പെർഷൻ മീഡിയം. അപ്പോൾ ഇവിടെ ഡിസ്പെർഷൻ മീഡിയം ഈസ് ദ മീഡിയം ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പം മിൽക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് ദ ഡിസ്പെർഷൻ മീഡിയം.
So liquid fat is dispersed phase and water is the dispersion medium. Clear now? സോ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, എന്താണ് ഡിസ്പെർഷൻ മീഡിയം എന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ കൊളോയിഡ്സിന് 2 പാർട്സ് ഉണ്ട്. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, 2 ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ പറഞ്ഞ ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെയും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ കൊളോയിഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ 8 കാറ്റഗറീസ് ഓഫ് കൊളോയിഡ്സ് ക്യാൻ ബി സീൻ. 8 കാറ്റഗറീസാണ് മെയിനായിട്ടുള്ളത്. അത് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ലിക്വിഡാണോ സോളിഡ് ആണോ ഇനി ഗ്യാസ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ ദ കൊളോയിഡ്സ് ഇൻ ടു 8 കാറ്റഗറീസ്. ദർ നെയിംസ് ആൻഡ് എക്സാമ്പിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ +2 എക്സാമിനേഷന് 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഈ 8 കാറ്റഗറീസ് വരാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ശ്രദ്ധിക്കാൻ നമുക്കൊരു ടേബിൾ നോക്കാം. ആ ടേബിളിൽ 8 കാറ്റഗറീസേ കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, സോളിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ സോളിഡ്, അതുപോലെ ലിക്വിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, അതുപോലെ ഗ്യാസ് ഇൻ സോളിഡ്, gas in liquid, but there is no colloid in which the dispersion medium is gas, the dispersion phase is gas. അതുണ്ടാവില്ല. അതെന്താ കാരണം? ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ആക്ച്വലി. സോ ഗ്യാസ് ഇൻ ഗ്യാസ്, എയർ ഈസ് എ സൊല്യൂഷൻ, ഹോമോജീനിയസ് സൊല്യൂഷൻ ആക്ച്വലി. അത് മിക്സ്ചറാണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊളോയിഡിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് നെയിം കൊടുക്കുന്നുണ്ട്. അതായത് സോളിഡ് ഇൻ ഗ്യാസ് എന്ന് പറയുന്ന കൊളോയിഡിൻ്റെ പേര് എയറോസോൾ എന്നാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ് ആണ്. അതിൻ്റെ നെയിം എന്ന് പറയുന്ന ആ കാറ്റഗറിയുടെ നെയിം എയറോസോൾ എന്നാണ്. കേട്ടിട്ടുണ്ടാവും, കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ്. സ്മോക്ക് ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ. വളരെ കൃത്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് സ്മോക്ക്. അപ്പോൾ എയറോസോളിൻ്റെ എക്സാമ്പിളാണ് സ്മോക്ക്. സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണ്. അപ്പോൾ സ്മോക്ക് എന്തുകൊണ്ടാണ് ഒരു കൊളോയിഡ് ആയത് ചോദിച്ചാൽ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾ. സ്മോക്കിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ഈ പറയുന്നത്. Unburned carbon particles or particulate matters are dispersed in gas. എയറിൽ അല്ലെ ഗ്യാസിൽ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ആൻഡ് വി ഗെറ്റ് എ സ്മോക്ക്. ക്ലിയർ? അതിൽ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും അല്ലെങ്കിൽ ഡയോക്സിനും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ബേൺ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പോയിസണസ് ഗ്യാസ് ഒക്കെ റൈസ് ചെയ്യാം. പക്ഷേ സ്മോക്ക് കാണുന്നത്, നമുക്ക് പുകയുണ്ടാകുന്നതായിട്ട് കാണുന്നത്, ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള എക്സോസ്റ്റ്, വെഹിക്കിൾസ് എക്സോസ്റ്റ്, അതുപോലെ ഡൊമസ്റ്റിക് പിന്നെ എക്സോസ്റ്റ്, വീടുകളിൽ നിന്ന് പോകുന്ന പുക, ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്മോക്ക് എന്താണ് പ്രധാനമായിട്ടും? അതൊരു കൊളോയിഡാണ്. അത് സോളിഡ് പാർട്ട്, ദാറ്റ് ഈസ് അൺബേൺ കാർബൺ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഇൻ എയർ ആണ്, അല്ലെ ഗ്യാസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എയറോസോൾ. രണ്ടാമത്തെ കാറ്റഗറി സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. സോ അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ് ആണ്. ആൻഡ് ദ നെയിം ഈസ് സോൾ. ഇതാണ് ഓർഡിനറി കൊളോയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന ധാരാളം കൊളോയിഡ്സ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല കാറ്റഗറിയാണ് ഈ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ സോൾ എന്ന് കേട്ടാൽ കൊളോയിഡ് എന്ന് പറയാം. അത് സോളിഡ് ഇൻ ലിക്വിഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. സോൾ, സോളിഡ് ഇൻ ലിക്വിഡ്. നല്ല എക്സാമ്പിൾസ് പെയിൻറ്റ്, അതുപോലെ സെൽ ഫ്ലൂയിഡ്, ഇതൊക്കെ നല്ല എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സോളിഡ് ഇൻ സോളിഡ് ആണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും സോളിഡ് ആണ്. ബോത്ത് ആർ സോളിഡ്. ദാറ്റ് ഈസ് കോൾഡ് സോളിഡ് സോൾ. സം കളേർഡ് ഗ്ലാസസ് ആർ എക്സാമ്പിൾസ്, വെരി ഗുഡ് എക്സാമ്പിൾസ്. പിന്നെ അലോയ്സും എക്സാമ്പിൾസ് ആയിട്ട് പറയാറുണ്ട്. അലോയ്സ് പ്രധാനമായിട്ട് സോളിഡ് ഇൻ സൊല്യൂഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ചില കേസിലെങ്കിലും ഈ പറയുന്ന കൊളോയിഡ് ഫോമിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് സോളിഡ് ഇൻ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സൊല്യൂഷനാണ് അലോയ്സിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ കളേർഡ് ഗ്ലാസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സോളിഡ് സോളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ലിക്വിഡ് ഇൻ സോളിഡ്, സാധാരണ നമ്മൾ പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ഇത് ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. അതിന് ജെൽസ് എന്നാണ് പറയുക, ജെല്ല്. ഇപ്പോൾ ജെൽ പെൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെല്ലീസ് ആൻഡ് ചീസ് ആർ എക്സാമ്പിൾസ്, വെരി ഗുഡ് എക്സാമ്പിൾസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ്, ദാറ്റ് ഇസ് ജെൽസ്. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ്. രണ്ടും എന്താണ്? ലിക്വിഡ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഈ ചാപ്റ്ററിൽ എൻഡിൽ പഠിക്കുന്നുണ്ട്. ദേ ആർ എമൽഷൻസ്, എമൽഷൻ പെയിൻറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല എക്സാമ്പിൾ മിൽക്ക്, വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. മിൽക്ക് ആൻഡ് ഹെയർ ക്രീം, these two are very good examples for what? Liquid in liquid colloid, that is called emulsion. Another category is liquid in gas, that is aerosol. Again, liquid in gas, aerosol. ശരിക്കും solid in gas is aerosol, that is aerosol of solid.
ഇത് ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്, ദാറ്റ് ഈസ് എയറോസോൾ ഓഫ് ലിക്വിഡ്, ബട്ട് ദ കാറ്റഗറി ഈസ് സെയിം, ദാറ്റ് ഈസ് എയറോസോൾ. എക്സാമ്പിൾ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്. ഓർത്തിരിക്കുക, ഓരോ പേരും അതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഗ്യാസ് ഇൻ സോളിഡ്, ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് സോളിഡ് സോൾ, അഗെയിൻ സോളിഡ് സോൾ. So gas in solid is called solid sol. The examples foam, rubber, cork, etc. ഇതൊക്കെ ഓർത്തിരിക്കുക. ഫോം, റബ്ബർ, കോർക്ക് ഇതെല്ലാം നല്ല എക്സാമ്പിളാണ്. ഫോം പതകൾ, ഓക്കെ, ഫോംസ് ഉണ്ടാവുക, ഫ്രോത്ത് ഉണ്ടാവുക, ഓക്കെ. നെക്സ്റ്റ്, ഗ്യാസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ് കൊളൈഡ്, ദാറ്റ് ഇസ് കോൾഡ് ഫോം. അഗെയിൻ അതിൻ്റെ പേര് തന്നെ ഫോം എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ് സോൾ എന്ന് പറയുന്ന യു ഫോം ഒക്കെ പോലത്തെ സ്പോഞ്ച് പോലത്തെ ഒക്കെ ഫോമാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാലോ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ബെഡ്, കൃത്രിമ ബെഡ്, കൃത്രിമ സ്പോഞ്ച്, ആർട്ടിഫിഷ്യൽ സ്പോഞ്ച് ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ബെഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല കമ്പനികളുടെയും ബെഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോഫയുടെയും സെറ്റുകളുടെയും അടിയിലൊക്കെ വയ്ക്കുന്ന സ്പോഞ്ച്, അതൊന്നും ശരിക്കുള്ള സ്പോഞ്ച് അല്ല. അത് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓഷ്യനിൽ നിന്ന്, സീയിൽ നിന്ന് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇവിടെ നമ്മൾ യു ഫോം എന്നൊക്കെ പറയുന്ന ടൈപ്പ്, ദറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന ഫോം, അതുപോലെ ആർട്ടിഫിഷ്യൽ റബ്ബർ, കോർക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഗ്യാസ് ഇൻ സോളിഡ്, സോളിഡ് സോളിൽ വരിക. പക്ഷേ ഗ്യാസ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്താണ് ശരിക്കുള്ള ഫോം. അതിൻ്റെ വൈപ്ഡ് ക്രീം, ഫ്രോത്ത് ഇതൊക്കെ പറയും. നമ്മളിപ്പം ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സോപ്പൊക്കെ കലക്കി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ടർ ഒഴിക്കുന്ന സമയത്തൊക്കെ എന്തുണ്ടാകാറുണ്ട്, ഫോം ഉണ്ട്. അതുപോലെ ഫ്രോത്ത്, ഈ ഫ്രോഗിൻ്റെ പിന്നെ എഗ്ഗ് വരുന്നത് അല്ലേ, ഫോംസ് വെള്ളത്തിലാണല്ലോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഫ്രോത്താണ്, ദറ്റ് ഈസ് ഫോം. അതുപോലെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മെറ്റലർജിയിൽ, അതൊക്കെ ശരിക്കും ഫോമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഈ 7th കാറ്റഗറിയിൽ പറഞ്ഞ സോളിഡ് സോളിലെ ഫോമും ഗ്യാസിൻ ലിക്വിഡിലെ ഫോമും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓർത്തിരിക്കുക. അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം ഡിഫറൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, കൺസെപ്റ്റും ഡിഫറൻ്റ് ആണ്. സോ ഇങ്ങനെ 8 categories ഓഫ് കൊളോയിഡ്സ് ആർ ദർ. യു ഹാവ് ടു സ്റ്റഡി വെൽ. The names and examples are very important for your entrance examination also. Okay. Any classification വേറൊരു കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഇൻറ്ററാക്ഷൻ്റെ ബേസിൽ, ദ നേച്ചർ ഓഫ് ഇൻറ്ററാക്ഷൻ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. സോ ബേസ്ഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ particles of dispersion medium and dispersed phase, there are 2 types of colloids. രണ്ട് തരത്തിലുള്ള കൊളോയിഡ്സ് ആണുള്ളത്. അപ്പോൾ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ആകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ there are 2 categories of colloids. Number 1, ലയോഫിലിക് colloid. Number 2, ലയോഫോബിക് colloid. ലയോ മീൻസ് സോൾവെൻറ്റ്. ലയോ എന്ന് പറഞ്ഞ സോൾവെൻറ്റ് എന്നർത്ഥത്തിലാണ്. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ സോൾവെൻറ്റ് എന്നുള്ളത് ശരിക്കും നമ്മൾ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് എടുക്കേണ്ട. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം. ഫിലിക് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന, ലവിങ് എന്നർത്ഥം. ഫിലിക്, ലയോഫിലിക്, ദാറ്റ് മീൻസ് സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ്. ആൻഡ് ഫോബിക്, ഫോബിക് മീൻസ് എതിർക്കുക, വെറുക്കുക, ഹേറ്റ്രഡ് എന്നർത്ഥം, വെറുക്കുക. സോ ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. അപ്പോൾ ലയോഫോബിക് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് ഹേറ്റിംഗ്, സോൾവെൻറ്റിൽ നിന്ന് ചെറിയൊരു ആകർഷണം കുറവായിരിക്കും, ദാറ്റ് മീൻസ് അട്രാക്ഷൻ കുറവായിരിക്കും, അത്തരത്തിലുള്ള ഒരു കൊളോയിഡ്. അപ്പോൾ സോൾവെൻറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൊളോയിഡ്, ദാറ്റ് ഇസ് സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്. നെക്സ്റ്റ് ഈസ് സോൾവെൻറ്റ് ദാറ്റ് മീൻസ് ഹേറ്റിംഗ്, ദാറ്റ് ഇസ് ലയോഫോബിക് കൊളോയിഡ്സ്. സോ ദർ ആർ 2 types of colloids based on the interaction. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ടേക്ക് നമ്പർ 1, ലയോഫിലിക് colloids. So colloids in which very strong force of attraction between particles of dispersion medium and dispersed phase, that is called lyophilic colloid. വളരെ ശക്തമായ ആകർഷണ ബലമാണുള്ളത്. ദർ ഇസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെ നോക്കാം. ദീസ് കൊളോയിഡ്സ് ആർ റിവേഴ്സിബിൾ. വൈ റിവേഴ്സിബിൾ? ദർ ഇസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈവൻ ദെൻ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കണം. ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ട്. ലയോഫിലിക് കൊളോയിഡ്സ് വളരെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഈവൻ ദെൻ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. എന്നിരിക്കലും റിവേഴ്സിബിൾ ആണ്. അതിൻ്റെ കാരണം ഈ ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും പ്രിപ്പയർ ചെയ്യുന്നിടത്താണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ലയോഫിലിക് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് അത് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. ആ പ്രിപ്പറേഷൻ ഈസി ആയതുകൊണ്ട് തന്നെ അത് ഒരു ഡിസ്പേർഷൻ മീഡിയത്തിൽ മാറ്റി മറ്റൊരു ഡിസ്പേർഷൻ മീഡിയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് നമുക്ക് മറ്റൊരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് വി ക്യാൻ ചേഞ്ച് ദ ഡിസ്പേർഷൻ മീഡിയം ഓർ വി ക്യാൻ ചേഞ്ച് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ദാറ്റ് മീൻസ് സെപ്പറേഷൻ ഓഫ് ദിസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഈസ് ഈസി ബിക്കോസ് ദ പ്രിപ്പറേഷൻ മെത്തേഡ് ഈസ് ഈസി. അപ്പോൾ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഈവൻ ദെൻ ദ കൊളോയിഡ് ഈസ് റിവേഴ്സിബിൾ. അത് ഓർത്തിരിക്കണം, കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, ദേ ക്യാൻ ബി പ്രിപ്പയർഡ് ഈസിലി, വി ഹാവ് ഡിസ്കസ്ഡ്.
ദെൻ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കൊളോയിഡിലേക്ക് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ മിൽക്ക് എടുത്തു, മിൽക്ക് ഈസ് എ കൊളോയിഡ്, മിൽക്കിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പാല് പിരിച്ച് കുറേ പാല് നമ്മൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പാല് കറക്കുന്നുണ്ട്, പശുവിനെ കറവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദിവസം പാല് കൊടുക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ വീട്ടിൽ 10 ലിറ്റർ പാലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എക്സസ് ആണ്, അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്താലും തീരുമില്ല. നമ്മൾ അയൽവക്കത്തൊക്കെ കൊടുത്തു, പരിസരത്തൊക്കെ കൊടുത്തു, എന്നിരിക്കലും ബാലൻസ് ഉണ്ടാവും. അത്തരം കേസിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൽ നിന്ന് നമ്മൾ ഈ പനീർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കും. നമുക്കറിയാലോ, പനീർ ബട്ടർ, പനീർ മസാല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. എന്താ കാരണം അറിയാമോ? ആ റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ്ഡ് ആണല്ലോ, ഒക്കെ അടഞ്ഞിടക്കുകയാണ്. അപ്പോൾ നമുക്കത് കഴിക്കാനൊന്നും താല്പര്യമുണ്ട്, പക്ഷേ കിട്ടാനില്ല. എന്നാലും ശരി, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ മിൽക്ക് എടുത്തു, മിൽക്കിൽ നിന്ന് ഇതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ ഈ പറയുന്ന ചെറുനാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാർക്കറിയാം എങ്ങനെയാണത് സെപ്പറേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ അമ്മമാർക്കൊക്കെ അറിയാം, ചില ആൾക്കാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫാറ്റ് കണ്ടൻറ്റ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ മിൽക്ക് എന്ന കൊളോയിഡിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, അത് ഉപ്പ് ഇടുന്ന സമയത്തും അങ്ങനെ സംഭവിക്കും ചിലപ്പോൾ. അപ്പം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ സംഭവിക്കും. കൊയാഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിയിലടിയുക, സെറ്റിലിംഗ് ചെയ്യുക. അത് ഗ്രാവിറ്റി സെപ്പറേഷനാണ് ശരിക്കും. ഗ്രാവിറ്റി കൊണ്ട് അങ്ങനെയായിട്ട് അടിഞ്ഞ് പോവുക ചെയ്യുക. അപ്പോൾ ആദ്യം ഈ കൊളോയിഡ് അൺസ്റ്റേബിൾ ആകും. കൊളോയിഡ് ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കുകയായിരുന്നു മിൽക്ക്, പക്ഷേ അതിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് അൺസ്റ്റേബിളായി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു, താഴേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് പോയി. ക്ലിയർ? അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? കൊയാഗുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ കൊയാഗുലേഷന് ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക് കൊളോയിഡ്സിൽ വളരെ പെട്ടെന്ന് കൊയാഗുലേഷൻ നടക്കില്ല. നമ്മൾ വിചാരിച്ചു പാല് കൊയാഗുലേറ്റ് ചെയ്തു, പാല് ലയോഫിലിക്കാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ മിൽക്ക് ലയോഫിലിക് കൊളോയിഡാണ്, അത് ഉപ്പിട്ടു അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു, ആ സമയത്ത് അത് കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് സ്ലോലി, അത് മെല്ലെയാണ്. നമ്മൾ വിചാരിച്ച ഒരു എളുപ്പത്തിലല്ല കൊയാഗുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ്, ദാറ്റ് ഈസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആർ റിക്വയർഡ് ഫോർ കൊയാഗുലേഷൻ. കാരണം ലയോഫിലിക് കൊളോയിഡ് സ്റ്റേബിളാണ്, കൊയാഗുലേറ്റ് ചെയ്യും, അതിന് സംശയമല്ല, കൊയാഗുലേറ്റ് ചെയ്യും. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് നെസസറി. അനദർ വൺ നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ്. പെട്ടെന്ന് അങ്ങോട്ട് കൊയാഗുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, സ്റ്റേബിളാണ്. ലയോഫിലിക് കൊളോയിഡ് സ്റ്റേബിളാണ്, കാരണം സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സൺ ഫേസ് ആൻഡ് ഡിസ്പേഴ്ഷൻ മീഡിയം, അതുകൊണ്ട് സ്റ്റേബിളാണ്. നെക്സ്റ്റ് ഈസ് നാച്ചുറലി ഒക്കറിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് മീൻസ് മെയിൻലി നാച്ചുറൽ ഇൻ ഒറിജിൻ. ഇപ്പം നമുക്ക് പ്രകൃതിദത്തമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, നാച്ചുറൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് കൊളോയിഡ്സ് ആണ് ലയോഫിലിക് കൊളോയിഡ്സ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എഴുതിയെടുത്തിട്ട് ഒരു കാറ്റഗറി ആക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു പേപ്പറിൽ നമ്മളെ നോട്ട് ബുക്കിൽ ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും സൈഡ് ബൈ സൈഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റാർച്ച് സൊല്യൂഷൻ, ഗംസ്, ജലാറ്റിൻ, ഇതൊക്കെ നല്ല എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സ് നാച്ചുറൽ ഇൻ ഒറിജിൻ ആണ്, സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, ഈസിലി കൊയാഗുലേറ്റഡ് ആണ്, പിന്നെ പ്രിപ്പറേഷൻ നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് ആണ്, പ്രിപ്പറേഷൻ ഈസിയാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് ആണ്, പ്രിപ്പറേഷൻ ഈസിയാണ്, തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീസ് കൊളോയിഡ്സ് ആർ റിവേഴ്സിബിൾ എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് നമുക്ക് ലയോഫോബിക് കൊളോയിഡ്സിനെ കുറിച്ച് നോക്കാം. ലയോഫോബിക് കൊളോയിഡ്സിൽ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. വെരി ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെയും പാർട്ടിക്കിൾസ് തമ്മിൽ വെരി ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലയോഫോബിക് കൊളോയിഡ്സിൽ. അടുത്തത്, ദീസ് കൊളോയിഡ്സ് ആർ ഇറിവേഴ്സിബിൾ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കാണ്, പക്ഷേ ഇറിവേഴ്സിബിൾ ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കാകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ മാറ്റി ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഇടാൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലയോഫോബിക് കൊളോയിഡ്സ് മാൻ മെയ്ഡ് ആണ് മെയിൻലി. ലയോഫിലിക് നാച്ചുറലി ഒക്കറിങ് ആണ്, നാച്ചുറലി ഇൻ ഒറിജിൻ ആണ്. പക്ഷേ ലയോഫോബിക് കൊളോയിഡ്സ് മിക്കവാറും എല്ലാം, ഇപ്പോൾ ഗോൾഡ് സോൾ, സിൽവർ സോൾ എക്സാമ്പിൾസ് നമ്മൾ താഴെ കണ്ടു. അപ്പോൾ ഈ ഗോൾഡ് സോളും സിൽവർ സോളും തുടങ്ങിയതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ബ്രെഡിക് സാർഗം മെത്തേഡ് പോലത്തെ മെത്തേഡ്സ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. പ്രിപ്പറേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് അത് ഇറിവേഴ്സിബിൾ ആകുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും എഫേർട്ട് എടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഇറിവേഴ്സിബിൾ നേച്ചറാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് കൊളോയിഡ്സ് ആർ ഇറിവേഴ്സിബിൾ, പ്രിപ്പറേഷൻ ഈസ് ഡിഫിക്കൽട്ട്,
ഈസിലി കൊയാഗുലേറ്റഡ്. നേരത്തെ നമ്മൾ കണ്ടത് നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് നെസറി എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ ഇവിടെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ കൊയാഗുലേഷൻ, ഈസിലി കൊയാഗുലേറ്റഡ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ പെയിൻറ്റ് നമ്മൾ ആർട്ടിഫിഷ്യലി മെറ്റൽ പെയിൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇപ്പോൾ ഗോൾഡ് പെയിൻറ്റ്, സിൽവർ പെയിൻറ്റ്, അലുമിനിയം പെയിൻറ്റ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലെഡ് കണ്ടൻറ്റ് ഉള്ളതുണ്ട്, ലെഡ് കണ്ടൻറ്റ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ പെയിൻറ്റ് നമുക്ക് അറിയുന്നതാണ്, എമൽഷൻ പെയിൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻറ്റ് എടുത്തു, പെയിൻറ്റിലേക്ക് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമുള്ള ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ പെട്ടെന്ന് നടക്കും, പെട്ടെന്ന് അത് നാശമായി പോകും, ആ പെയിൻറ്റ് മൊത്തം പെട്ടെന്ന് ഡാമേജ് ആയി പോകും. സോ ഈസിലി കൊയാഗുലേറ്റഡ്, എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ കൊയാഗുലേഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ലെസ് സ്റ്റേബിൾ. കൊയാഗുലേഷൻ ഈസിലി ആണെങ്കിൽ ലെസ് സ്റ്റേബിൾ എന്നർത്ഥം, പെട്ടെന്ന് നശിച്ചു പോകുന്നു. അടുത്തത് മെയിൻലി മാൻ മെയ്ഡ്, അത് ഓർത്തിരിക്കുക, നാച്ചുറൽ ഇൻ ഒറിജിനൽ അല്ല, മെയിൻലി മാൻ മെയ്ഡ്. വെരി ഗുഡ് എക്സാമ്പിൾസ്, ഗോൾഡ് സോൾ ആൻഡ് സിൽവർ സോൾ. നൗ യു ഗോട്ട് ടു ടൈപ്സ് ഓഫ് colloids, which are they? Lyophilic and lyophobic. സൈഡ് ബൈ സൈഡ് ആയിട്ട് നോട്ട് ബുക്കിൽ എൻ്റർ ചെയ്യുക, എന്നിട്ട് ഡിഫറൻസ് വളരെ നന്നായിട്ട് പഠിക്കുക. ഇത് സ്ഥിരമായിട്ട് എക്സാമിനേഷന് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഓരോ പ്രത്യേക പോയിന്റ് എടുത്തും ചോദിക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ് എന്നും ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർത്തിരിക്കുക. എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു കാറ്റഗറി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് എൻട്രി ചെയ്ത് പോവുക. ഈ ഇപ്പോൾ പറഞ്ഞ ലയോഫിലിക് ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ ഡിഫറൻസ് കുറച്ച് പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് ഞാൻ തരുന്നുണ്ട്. ഇതുപോലെ ബാക്കി പോയിൻറ്റ്സ് കൂടി എൻ്റർ ചെയ്തിട്ട് നല്ലൊരു ടേബിൾ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് കൊളോയിഡ്സ്, കൊളോയിഡിൻ്റെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് കൊളോയിഡ് രൂപീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ ദ കൊളോയിഡ്സ് ഇൻറ്റു 3, which are they? Multimolecular, number 1, number 2 macromolecular, and number 3 associated colloids. So multimolecular, macromolecular and associated colloids, there are 3 categories of colloids. നമുക്ക് നോക്കാം എന്താണ് മൾട്ടിമോളിക്കുലർ. ടേംസ് തന്നെ അത് ക്ലിയർ ആക്കുന്നുണ്ട്. മൾട്ടി മീൻസ് മോർ ദാൻ വൺ അല്ലേ, ഒന്നിലധികമുള്ള കുറേയുള്ള അനേകമുള്ള മോളിക്യൂൾസ് ചേർന്നുണ്ടാകുന്ന കൊളോയിഡ്. മാക്രോമോളിക്കുലർ മീൻസ് വലിയ മോളിക്യൂൾസ് ചേർന്നുണ്ടാകുന്ന കൊളോയിഡ്, അല്ലെങ്കിൽ വലിയ മോളിക്കുലർ സൈസിൽ തന്നെ ഇരിക്കുക കൊളോയിഡൽ പാർട്ടിക്കിൾ തന്നെ മാക്രോ പാർട്ടിക്കിൾ ആയിരിക്കും. അടുത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്, ഇതുപോലെ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന കൊളോയിഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്പർ 1, മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ്. So colloidal particle is formed by the aggregation of small particles like atoms or molecules, very small particles അല്ലേ. ആറ്റംസ് മോളിക്യൂൾസ് എല്ലാം വളരെ വളരെ ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വെരി സ്മോൾ പാർട്ടിക്കിൾസ്. അത്തരത്തിലുള്ള കുഞ്ഞു പാർട്ടിക്കിൾസ് അനേകം കുറേ എണ്ണം എത്രയോ എണ്ണം ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിലേക്ക് വരിക. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ ആ വലിപ്പത്തിലേക്ക് എത്തുക. അപ്പം അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് കുറേ പറയാൻ കഴിയുന്നത് സൾഫറിൻ്റെ സോള്, ഗോൾഡ് സോള്, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഗോൾഡ് നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ച് ഗോൾഡ് ഉണ്ടാക്കുന്നു, ഗോൾഡിൻ്റെ സോൾ ഉണ്ടാക്കുന്നു. ആ ഗോൾഡ് സോൾ എടുത്ത്, അതാണ് ഗോൾഡ് കോട്ടിംഗ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് ചിലപ്പോൾ. അത്തരത്തിൽ ഗോൾഡ് പെയിൻറ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഗോൾഡിൻ്റെ തരികൾ ഉണ്ടാവുക. ഗോൾഡ് ഇറ്റ് ഈസ് എൻ ആറ്റം, അത് മെറ്റലാണ്, ആറ്റമാണ്. പക്ഷേ ആ ആറ്റത്തെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അത് ശരിക്കും വാട്ടറിൽ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഡിസ്പേർഷൻ മീഡിയത്തിൽ ഒരു സ്യൂട്ടബിൾ സോൾവെൻ്റ് ഡിസ്പേഴ്സ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ അതുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അത് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ഗോൾഡ് ആറ്റംസ് അഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു വലിയ ജയൻറ്റ് പാർട്ടിക്കിളായിട്ട് മാറുന്നു. എന്നിട്ടത് കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ റേഞ്ചിലേക്ക് വരുന്നു. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആർ കോൾഡ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. എക്സാമ്പിൾ സൾഫർ സോൾ ആൻഡ് ഗോൾഡ് സോൾ, ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ, വേറൊരു കാര്യത്തിൽ പറയാനുള്ളത് അത് ലയോഫോബിക് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, മാൻമെയ്ഡ് ആണ് മിക്കവാറെല്ലാം, അതുകൊണ്ട് മോസ്റ്റ്ലി ലയോഫോബിക് ഓർത്തിരിക്കുക. അപ്പോൾ മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ് മിക്കവാറെല്ലാം ലയോഫോബിക് ആയിരിക്കും, മാൻമെയ്ഡ് ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അടുത്തത് മാക്രോ മോളിക്കുലർ ആണ്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ്, ദാറ്റ് ഈസ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആർ ലാർജ് ഇനഫ് ഇൻ ദ റേഞ്ച് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. വലിപ്പം പാകമായിരിക്കും, അതായത് കൊളോയിഡിൻ്റെ വലിപ്പത്തിലായിരിക്കും. ആ പാർട്ടിക്കിളിൻ്റെ വലിപ്പം തന്നെ, അഗ്രിഗേറ്റ് ചെയ്യൊന്നും വേണ്ട, കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് വരുമൊന്നും വേണ്ട. ആ പാർട്ടിക്കിളിൻ്റെ സൈസ് തന്നെ ഈ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിന് ഇടയ്ക്കുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിലായിരിക്കും. സോ പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആർ ലാർജ് ഇനഫ് ഇൻ ദ റേഞ്ച് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. സ്റ്റാർച്ച്, സെല്ലുലോസ്, പോളിമേഴ്സ് എക്സെട്ര ആർ എക്സാമ്പിൾസ്. സ്റ്റാർച്ച്, സ്റ്റാർച്ച് is a giant particle and cellulose is also a giant particles, that is C6H10O5N times. രണ്ടിൻ്റെയും ഫോമുല സെയിം ആണല്ലോ. സ്റ്റാർച്ചും സെല്ലുലോസും സെയിം ഫോമുലയാണ്. ബട്ട് വാട്ട്സ് ദ ഡിഫറൻസ് വി വിൽ സ്റ്റഡി ഇൻ ബയോമോളിക്യൂൾസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ പോളിമേഴ്സ്, തൗസൻഡ്സ് ഓഫ് തൗസൻഡ്സ്
അല്ലെങ്കിൽ ലാക്സ് ഓഫ് പാർട്ടിക്കിൾസ് മോണോമേഴ്സ് ജോയിൻ ടു ദറ്റ് ഫോം പോളിമേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോയിൻറ്റ് പാർട്ടിക്കിൾ, അത് ആ പാർട്ടിക്കിൾ തന്നെ അങ്ങനത്തെയാണ്. ഇപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒറ്റ പാർട്ടിക്കിളാണ്, അല്ലാണ്ട് നമുക്കതിനെ അഗ്രിഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു പാർട്ടിക്കിളാണ്, സ്റ്റാർച്ചിൻ്റെ പാർട്ടിക്കിൾ. അതുപോലെ സെല്ലുലോസിൻ്റെ പാർട്ടിക്കിൾ, അത് നാനോമീറ്റർ കണക്കാക്കുന്ന സമയത്ത് 1 നാനോമീറ്ററും 1000 നാനോമീറ്ററിന് ഇടയിൽ വരുന്നു. അത് മൈക്രോ മോളിക്കുലർ കൊളോയിഡാണ്. ഓക്കെ, മോസ്റ്റ്ലി ലയോഫിലിക് ഇൻ നേച്ചർ, നാച്ചുറലി ഒറിജിൻ. പക്ഷേ ലയോഫോബിക് ഉണ്ട്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് ലയോഫോബിക് ആണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇവൻ ദെൻ നമ്മളതിൻ്റെ ഒറിജിൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വി ക്യാൻ സി അത് നാച്ചുറലി ഒറിജിൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. Anyway, whatever be, there is a strong force of attraction between dispersed phase and dispersion medium, even in polymers, even in artificial polymers, synthetic polymers, there is a strong force of attraction between dispersed phase and dispersion medium. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ നിൽക്കുന്നത്. വേറെ ആൻഡ് ടയർ ഒന്നും ഇല്ലാതെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ പോലും നശിച്ചു പോകുന്നില്ല. നമ്മൾ എർത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും അത് നശിച്ചു പോകുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ലയോഫിലിക് ഉണ്ട്, ലയോഫോബിക് ഉണ്ട്. വട്ട് എവർ ബി, ഇറ്റ് ഇസ് നോട്ട് എ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റലൈസേഷൻ. ഈവൻ ദെൻ വി ക്യാൻ സേ സ്റ്റാർച്ചും സെല്ലുലോസും എന്താണ്, നാച്ചുറലി ഒറിജിനാണ്, ലയോഫിലിക് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും. നമുക്കറിയാം ഇവിടെ അസോസിയേറ്റ് ചെയ്യുകയാണ്, അഗ്രിഗേറ്റ് ചെയ്യുകയാണ്, പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുകയാണ്. പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ജൈൻറ്റ് പാർട്ടിക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മിസൽ. മിസൽ എന്നാണ് പറയുക. അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മൾട്ടി മോളിക്കുലാർ പോലെ തോന്നും, പക്ഷേ മൾട്ടി മോളിക്കുലാർ അല്ല. മൾട്ടി മോളിക്കുലാറിൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആണ് അഗ്രിഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മോളിക്യൂൾ തന്നെയാണ്, പക്ഷേ ഇതിന് ചെറിയൊരു വ്യത്യാസമുള്ളത്. വളരെ ജൈൻ്റ് ആയിരിക്കുന്ന ഒരു പാർട്ടിക്കിളായിരിക്കും, അതിന് ഹെഡും ടെയിലും ഉണ്ടായിരിക്കും. ഹെഡും ടെയിലുമുള്ള സോപ്പ് നല്ലൊരു എക്സാമ്പിളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിൻ്റെ ഒരു പാർട്ട് ഒന്നുകിൽ ടൈല് മൊത്തം ഒരുമിച്ച് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് വരുന്നു, എന്നിട്ട് വലിയൊരു പാർട്ടിക്കിളായിട്ട് മാറുന്നു. നമുക്ക് നോക്കാം. കൊളോയിഡ്സ് ബിഹേവ് ലൈക്ക് ഇലക്ട്രോലൈറ്റ്സ്, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് പ്രധാനമായിട്ട് ലോ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും അസോസിയേറ്റഡ് കൊളോയിഡ്, ബട്ട് ഇൻ ഹയർ കോൺസെൻട്രേഷൻ ബിഹേവ് ആസ് കൊളോയിഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മിസെൽ. മിസെൽസ് എന്ന് പറയുന്ന അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇതെന്തായിട്ട് മാറുന്നത്, കൊളോയിഡൽ ഫോമിലേക്ക് എത്തുന്നത്. സോ ബിഹേവ്സ് ആസ് ഇലക്ട്രോലൈറ്റ് ഇൻ ലോ കോൺസെൻട്രേഷൻ. ലോ കോൺസെൻട്രേഷനിൽ നല്ലൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, പക്ഷേ ഹയർ കോൺസെൻട്രേഷൻ എത്തുമ്പോഴത്തേക്കും, ഒരു കൊഴുത്ത കണ്ടീഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും, തിക്കാവുന്ന സമയത്ത്, ഹൈ കോൺസെൻട്രേഷനിലേക്ക് എത്തുന്ന സമയത്ത് അത് കൊളോയിഡായിട്ട് മാറുന്നു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മിസെൽ. അപ്പോൾ ഈ മിസെൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട്, ദാറ്റ് മീൻസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ മിസെൽസ് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസ്. മിസെൽസ് ആർ അസോസിയേറ്റഡ് അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസ്. അത് അസോസിയേറ്റഡ് കൊളോയിഡ്സിലുള്ള ഒരു ടേമാണ് എന്ന് ഓർത്തിരിക്കുക. ദീസ് പാർട്ടിക്കിൾസ് ഹാവ് ബോത്ത് എ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് പാർട്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. രണ്ടുണ്ട്, ലയോഫിലിക് പാർട്ടും ലയോഫോബിക് പാർട്ടും ഉണ്ട്, ഓർത്തിരിക്കുക. ഓർ ഹെഡ് ആൻഡ് ടെയിൽ അതർ. എ വെൽ നോൺ എക്സാമ്പിൾ ഈസ് സോപ്പ് സൊല്യൂഷൻ. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. വളരെ നന്നായിട്ട് ഒരു ഡയഗ്രാം നമുക്ക് കൊടുത്തിട്ടുണ്ട്, കാണാൻ കഴിയും. സോ മിസെല്ല്, ഡിറ്റർജൻറ്റിൻ്റെ അല്ലെങ്കിൽ സോപ്പിൻ്റെ സർഫാക്റ്റൻറ്റിൻ്റെ ഒരു മിസെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഒരു ഹെഡും ടെയിലും ഉണ്ട്. ആ ഹെഡ് പ്രൊജക്റ്റഡ് ഔട്ട്വേർഡ്സ് ആൻഡ് ടൈൽ ഈസ് കോൺസെൻട്രേറ്റഡ് ടു എ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ഫോമിങ് എ ജൈൻറ്റ് പാർട്ടിക്കിൾ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മിസെല്ല്. ഇതിനെയാണ് മിസെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് പാർട്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഹെഡ്, ടെയിൽ തുടങ്ങി 2 പാർട്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മറ്റൊന്ന് ജൈൻറ്റ് പാർട്ടിക്കിൾ ആണ്. ദാറ്റ് മീൻസ് ഇത് മിസെല്ലിൽ എത്തിയപ്പോഴത്തേക്ക് ജൈൻറ്റ് പാർട്ടിക്കിളായി, അത് കൊളോയിഡൽ വലിപ്പത്തിലേക്ക് എത്തി. പക്ഷേ കൊളോയിഡ് ആകുന്നതിന് മുൻപ് ദേ ആർ വെരി ഗുഡ് ഇലക്ട്രോലൈറ്റ്സ്, അതുകൂടി ഓർത്തിരിക്കുക. വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അപ്പം 3 കാറ്റഗറീസാണ് ഇതിൻ്റെ ഫോർമേഷൻ്റെ ബേസിൽ നമുക്ക് പറയാൻ കഴിയുന്നത്: മൾട്ടി മോളിക്കുലർ, മാക്രോ മോളിക്കുലർ ആൻഡ് അസോസിയേറ്റഡ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അതായത് സോപ്പിനെ കുറിച്ചും ഡിറ്റർജൻറ്റിനെ കുറിച്ചും കൊളോയിഡ്സിൻ്റെ ഈ കാറ്റഗറീസിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കൂടുതൽ റെഫറൻസ് നടത്തുക. അതോടൊപ്പം തന്നെ മറ്റു കാര്യം കൂടിയുണ്ട്, സോപ്പിൻ്റെ ക്ലീനിങ് ആക്ഷൻ, ഡിറ്റർജൻറ്റിൻ്റെയും സോപ്പിൻ്റെയും ക്ലീനിങ് ആക്ഷനൊക്കെ തുടർന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കൊളോയിഡ്സ് എന്താണ്, കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ആ 8 കാറ്റഗറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നീട് നടത്തിയ ലയോഫിലിക്, ലയോഫോബിക് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ഓറിയൻറ്റഡ് ആണ്. പിന്നീട് വന്ന 3 കാറ്റഗറീസും നന്നായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റനിൽ വരുന്ന ഒരു ഭാഗമാണ്, ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദറ്റ് ഈസ് CMC ആൻഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അത് എൻട്രൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്.
the lowest concentration of the colloid at which missile formation takes place. Missile formation നടക്കുന്ന ലോവസ്റ്റ് കോൺസെൻട്രേഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുക. അതിലും താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ താഴേക്കാണ് കോൺസെൻട്രേഷൻ എങ്കിൽ വി വിൽ നോട്ട് ഗെറ്റ് കൊളോയിഡ്, ഓർ ദർ ഇസ് നോ ഫോർമേഷൻ ഓഫ് മിസൽ ഫോം ചെയ്യില്ല. അപ്പോൾ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് തന്നെ കിടക്കും. പക്ഷേ ആ ഒരു പ്രത്യേക കോൺസെൻട്രേഷന് മുകളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മിസലിൽ കിട്ടുന്നത് അഥവാ കൊളോയിഡ് കിട്ടുന്നത്. സോ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ കൊളോയിഡ് അറ്റ് വിച്ച് മിസൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് critical missile concentration or CMC. Next is Kraft temperature, the minimum temperature for the formation of missile form ചെയ്യാൻ ആവശ്യമായ minimum temperature, that is called Kraft temperature. These 2 points are very important. ഓർത്തിരിക്കുക, the minimum temperature for the formation of missile is called Kraft temperature. Okay, so for time being we are stopping now. This class will be continued. Thank you for your cooperation. Subscribe the channel SPCL Bonds. So next class is very, very important because we will discuss the preparation and properties of colloids. Okay, thank you.